Hello my dear aspirants, a very warm welcome to all of you to Ignite Academy. SSC CGL പരീക്ഷ ഓഗസ്റ്റ് 13-ാം തീയതി നടക്കുമോ നടക്കില്ലേ? ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന ചർച്ച. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ പൊന്നുമക്കളെ, ഓഗസ്റ്റ് 13-ാം തീയതി SSC CGL പരീക്ഷ നടന്നിരിക്കും, ഉറപ്പായിട്ട് നടക്കും. ഹൗ ഡു യു നോ ദാറ്റ്? സാറിന് എങ്ങനെ അറിയാം SSC CGL പരീക്ഷ ഓഗസ്റ്റ് 13-ാം തീയതി നടക്കുമോ ഇല്ലയോ എന്നുള്ളത്? സാറിന് എങ്ങനെ അറിയാം? നടക്കും. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മാത്രമേ ചിന്തിക്കാവൂ. ഇനി ഒരു 6 ദിവസം മാത്രം പരീക്ഷയ്ക്ക് ബാക്കി നിൽക്കേ SSC പരീക്ഷ 13-ാം തീയതി നടക്കുവോ നടക്കില്ലേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും വീഡിയോയൊക്കെ കണ്ടുകൊണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റുകൾക്കും നീ വില കൊടുക്കേണ്ടി വരും. അത് മാർക്കുകളായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ. 2 ദിവസം മുമ്പ് രാത്രിയിൽ ഒരു മോനെ കണ്ടപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, എങ്ങനെ പോകുന്നതാ പഠിപ്പ് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായോ, സാർ ഇന്നലെ മുഴുവൻ മാറ്റിവെക്കില്ല എന്നുള്ള ചർച്ചയുടെ പോലെ തന്നെ ഒരു ദിവസം മുഴുവൻ ഞാൻ കൊണ്ടുവരുന്നു. ഒരുപാട് വീഡിയോ കണ്ടു, പക്ഷെ ഇപ്പോഴും ക്ലാരിറ്റി കിട്ടിയില്ല. എടാ, SSC ഒഫീഷ്യലി CGL പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയാത്തിടത്തോളം കാലം ഓഗസ്റ്റ് 13-ാം തീയതി തന്നെ ഈ പരീക്ഷ നടക്കുമെന്ന് നിങ്ങൾ കരുതണം. ഇനി പരീക്ഷ നീണ്ടുപോയാലോ മക്കളെ, ഈ ഒരു 10-12 മിനിറ്റിൽ സാറ് പറയാൻ പോകുന്ന കാര്യം നിങ്ങളങ്ങ് മറന്നേക്ക്, എന്നാലും നമുക്ക് നഷ്ടം വരത്തില്ല. വാട്ട് ഇഫ് ഐ തിങ്ക് നോ? അതായത് ഈ പരീക്ഷ നടക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പരീക്ഷ നടക്കില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ നീ നിന്റെ പഠനം നിർത്ത്, എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ പഠനം നിർത്തി വെച്ചിട്ട് സിനിമയ്ക്ക് പോവുകയോ എന്തെങ്കിലും ലീഷർ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടോളൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നടക്കുമെന്നും ഉറപ്പില്ല, നടക്കില്ല എന്നും ഉറപ്പില്ല. അതൊരു തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. ഏതെങ്കിലും ഒന്നിൽ വേണം നിങ്ങൾ വിശ്വസിക്കാൻ. രണ്ട് വള്ളത്തിലും കാലിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയായിരിക്കും, നമ്മളെ അപകടത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഉറച്ച് വിശ്വസിക്കുക, ഞാൻ നിങ്ങളോട് പറയുന്നത് ഉറച്ച് വിശ്വസിക്കുക, പരീക്ഷ നടക്കുമെന്ന്. അൺടിൽ ആൻഡ് അതർവൈസ് SSC ഒരു നോ അവരുടെ ഭാഗത്ത് നിന്ന് പറയാത്തിടത്തോളം കാലം നമ്മൾ അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. ഇനി നമ്മൾ ഈ മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് നടക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളുടെ എത്രയോ മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ ഓരോ മണിക്കൂറും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും. ആൻഡ് എൻ്റെ പൊന്നുമക്കളെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ ട്രൂലി റെസ്പെക്ട് യുവർ ഇമോഷൻസ്. നിങ്ങൾക്ക് സംഭവിച്ചതും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളോട് ചെയ്തതും എല്ലാം വലിയ തെറ്റ് തന്നെയാണ്. അതിനെ ഒന്നും കാണാതിരിക്കുന്നില്ല. പക്ഷേ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക, പരീക്ഷ 13-ാം തീയതി നടക്കും തന്നെയാണ്. ഇറ്റ്സ് വെരി നോർമൽ ടു തിങ്ക് ലൈക്ക് ദിസ്. ഒരു പരീക്ഷ അടുത്ത് വരുമ്പം സാധാരണഗതിയിൽ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്, ഈ പരീക്ഷ ഒന്ന് നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഇനി സപ്പോസ് ഈ പരീക്ഷ ഇവരൊന്നുമല്ല നടത്തുന്നത്, ഈ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല, TCS തന്നെ ഇതേ പാറ്റേണിൽ തന്നെയാണ് നടത്തിയിരുന്നതെങ്കിലും നമുക്ക് പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് ഈ പരീക്ഷ ഒന്ന് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാം ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്ന ചിന്തയാണ്. പക്ഷേ അവിടെ അതിന് 99% മാറ്റി വെക്കാതിരിക്കാനുള്ള സാധ്യതയും 1% നമ്മളിങ്ങനെ വിശ്വസിക്കും, അല്ലേ? ഇവിടെ ഇത്തരം ഒരു 2-3 പോയിന്റുകൾ ഈ പരീക്ഷ മാറ്റിവെക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നതുകൊണ്ട് ആ ഒരു 2-3 പോയിന്റുകളിൽ നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. ഒരു 50-50 ചാൻസ് ഇവിടെ വരുന്നത് കൊണ്ട് നമ്മൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുകയാണ്. ആ ഓവർ തിങ്കിങ് ആണ് ശരിക്കും നിങ്ങളെ ഇവിടെ ഒരു ഡിസ്ട്രസ്സിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സാർ ഇവിടെ ആ ഒരു ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാ ഞാൻ പറയുന്നത് നിങ്ങളെടുത്ത് കേട്ടോ. അതായത് ഹൗ ടു ഓവർകം ദാറ്റ് ഓവർ തിങ്കിങ്. വിച്ച് ഓവർ തിങ്കിങ്? പരീക്ഷ മാറ്റുമോ, പരീക്ഷ മാറ്റില്ലേ, ഞാൻ എന്ത് ചെയ്യും, പരീക്ഷ ബുദ്ധിമുട്ട്, ഇങ്ങനെ കുറേ ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ മക്കളൊരു കാര്യം പറയട്ടെ സാറ്, യു കൺസിഡർ ഇറ്റ് ആസ് ആൻ അലാം ഫോർ വർക്ക് ഓൺ ദ ന്യൂ പാറ്റേൺ ഓർ റിവിഷൻ. എപ്പോൾ നിന്റെ മനസ്സിൽ ഈ പരീക്ഷ മാറ്റുമോ മാറ്റില്ലേ എന്നുള്ളൊരു ചർച്ചയോ ഒരു വീഡിയോയോ എന്തെങ്കിലും നിന്റെ മുമ്പിലോട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് ചാപ്റ്റർ നമുക്കറിയാലോ, SSC ഇപ്രാവശ്യം TCS പാറ്റേൺ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് നടത്തിയ പരീക്ഷയിൽ പ്രോബബിലിറ്റി എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ചിലപ്പോൾ ടയർ 1 തന്നെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഒരു പ്രോബബിലിറ്റി എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പഠിക്കുക, ബേസിക്സ് വർക്കൗട്ട് ചെയ്യുക, ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുക. എടാ, നിന്റെ ആ ചിന്തേനെ മാറ്റി വെക്കണം ഫോർ ദ ടൈം ബീങ്. ആൻഡ് മാറ്റി വെക്കുമ്പോൾ നീ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നിന്റെ പരീക്ഷയ്ക്ക് ഗുണകരമാവുകയും വേണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. അല്ലെങ്കിൽ പോയി റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ചെയ്യുക. അറിയാലോ, പ്രിലിംസിൽ നമുക്ക് റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഇപ്പം നടന്ന സെലക്ഷൻ പോർഷൻ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ടയർ 1 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് കൂടുതൽ ഇപ്രാവശ്യം CGL ടയർ 1 വന്നാലോ? അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുക. സോ മൈ റിക്വസ്റ്റ് ഓർ അഡ്വൈസ് ടു യൂസ് ചേഞ്ച് യുവർ തോട്ട്സ്. വി കനോട്ട് ചേഞ്ച് ദ സിനാരിയോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സിനാരിയോ മാറി വന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോഴത്തെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പം മറ്റ് ചിന്തകളിൽ ചിന്തിച്ചിങ്ങനെ മുഴുകി ഒരുപാട് സമയം വെറുതെ കളയാതെ കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ മുകളിൽ നീ കിട്ടുന്ന സമയം നീ വർക്ക് ചെയ്യുക. യെസ്, അടുത്തൊരു കാര്യം, വാട്ട് ഇഫ് ദ എക്സാം പോസ്റ്റ്പോൺഡ്? എടാ,
എക്സാം പോസ്റ്റ്പോൺ ചെയ്യാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ആ ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. എടാ, എക്സാം പോസ്റ്റ്പോൺ ചെയ്താൽ നമ്മൾ മലയാളികൾ സൗത്ത് ഇന്ത്യൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിസഡ്വാൻറ്റേജ് അനുഭവിക്കാൻ പോകുന്നത്. അതെങ്ങനെയെന്നുള്ളത് എടാ, എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുകയാണ്. നമ്മളീ പറയല്ലേ, നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാന്ന്. ഇപ്പൊ ആകെ കലങ്ങി കിടക്കുകയാണ്. എടാ, അന്നേരം നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമ്പോൾ അത് നമ്മൾ അതിന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മക്കളെ, വി ആർ അറ്റ് എ ഡിസഡ്വാൻറ്റേജ്. നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നോർത്ത് ഇന്ത്യൻ സീജിയൽ കാൻഡിഡേറ്റിനെയും സൗത്ത് ഇന്ത്യൻ സീജിയൽ കാൻഡിഡേറ്റിനെയും നമ്മൾ തൂക്കി നോക്കിയാൽ അവൻ്റെ തട്ട് താണിരിക്കും. അവൻ അത്രയ്ക്ക് ഭ്രാന്താണ് ഈ പരീക്ഷയോട്. അപ്പോൾ ഒരു സമയം അവൻ അധികം കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ അഡാപ്റ്റ്. നമ്മളെക്കാട്ടും വേഗത്തിൽ, നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് അവൻ അഡാപ്റ്റ് ചെയ്യും. ഇനി ഇംഗ്ലീഷ് നമുക്കറിയാം, ഇപ്രാവശ്യം ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഒക്കെ നമുക്ക് സെലക്ഷൻ പോസ്റ്റിൽ കോംപ്രിഹെൻഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് കുറച്ച് നല്ല ലെവൽ കൂടി വരുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്വാൻറ്റേജ് നമുക്കില്ല. അത് നോർത്ത് ഇന്ത്യൻസിനും സൗത്ത് ഇന്ത്യൻസും ഒരേപോലെ ആയി. കാരണം പഠിക്കുന്നതിൻ്റെ ആ ഒരു ത്വര അല്ലെങ്കിൽ അളവ് എന്ന് പറഞ്ഞാൽ, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടി ഇന്റൻസ് ആയിട്ടാണ് അവർ പ്രിപ്പയർ ചെയ്യുക. റീസണിങ് 4 ചേഞ്ച് ഉണ്ടെന്ന് വെച്ചോ. സപ്പോസ് ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. സപ്പോസ് റീസണിങ്ങിന്റെ പാറ്റേണിൽ 4 പുതിയ ചേഞ്ചുകൾ വന്നു. നമുക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഓഗസ്റ്റ് 13-ാം തീയതി വരെയുള്ള സമയം സെയിം ആണ്. അവർ 4-ൽ 2 അവർ പഠിക്കുള്ളൂ, നമ്മൾ 2 പഠിക്കുള്ളൂ. പക്ഷെ ഒരു 2 മാസം അധികം കിട്ടിയാൽ എന്താ സംഭവിക്കുന്നത് അറിയോ? അവർ 4-ൽ 4 പഠിച്ചിട്ട് വരും. പക്ഷെ നമ്മൾ അപ്പോഴും ആ 4-ൽ 2 പഠിച്ചിട്ട് നമ്മൾ വരുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ അങ്ങനെയാണ്. എന്ത് ചെയ്യാം? ഇനി GKയുടെ കാര്യം പറയാനാണെങ്കിലും മോർ ടൈം ഫോർ ന്യൂ പാറ്റേൺ. പുതിയ പാറ്റേൺ. എന്താണ് പുതിയ പാറ്റേൺ? അവർ ലൂസന്റെ 8ഉം 10ഉം തവണ റിവൈസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അന്നേരമാണ് നമ്മൾ ഒരു തവണ പോലും ലൂസന്റെ ബുക്ക് വായിക്കാതെ അല്ലെങ്കിൽ 2ഓ 3ഓ തവണ പോലും റിവിഷൻ എത്താതെ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ പുതിയ പാറ്റേണിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ശീലിച്ച നമ്മൾ പുതിയ പാറ്റേണിൽ വരെ നമ്മൾ പാനിക്കാം. അവർ അത്രയും തവണ റിവൈസ് ചെയ്തവരാ. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പാറ്റേണിലാണ് GK പഠിക്കാനായിട്ട് അവർ ആ നീട്ടിക്കിട്ടുന്ന സമയം അവർ ഉപയോഗപ്പെടുത്തും. യെസ്, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പരീക്ഷ അഥവാ മാറ്റിവെച്ചു എന്നതിന് ഇരിക്കട്ടെ, മാറ്റിവെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? വാട്ട് വിൽ യു ബി ഡൂയിങ്? യൂസ് ദ കമന്റ് ബോക്സ്. കമന്റ് ബോക്സിൽ നിങ്ങൾ പറ, നിങ്ങൾ എന്ത് ചെയ്യുന്നു. സത്യമായിട്ട് അറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടാ എല്ലാവരും പറയുന്നുണ്ട് പരീക്ഷ മാറ്റണം എന്ന്. ട്രൂലി സേയിങ് ടു യു, സീരിയസ് ആസ്പിറൻസ് ആരും എൻ്റെ അടുത്ത് അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടില്ല സാറേ പരീക്ഷ മാറ്റി കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളാമെന്നുള്ളത്. അത്ര സീരിയസ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര കാലങ്ങളായിട്ട് പഠിക്കാത്തവരാണ് പറയുന്നത്. അവരോടാണ് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ പൊന്നുമക്കളെ, ഈ പരീക്ഷ നീണ്ടു കിട്ടിയാൽ നീ എന്ത് ചെയ്യും? യെസ്, ഇനി ഓഗസ്റ്റ് 13-ാം തീയതി ഉറപ്പിച്ചും പരീക്ഷ നടക്കുന്നുള്ള ധാരണയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്താൽ എടാ, ഈ കണ്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നേക്ക്. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അന്നൊരു മുതൽക്കൂട്ടായിരിക്കും. സോ യൂസ് ദ ടൈം വൈസ്ലി. താങ്ക് യു. ബൈ.